ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട്ണർഷിപ്പ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്, കാരണം സമയം തികയാത്തതുകൊണ്ട്. എ ആൻഡ് ബി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. ഓൺ 1st January 2021 ദേ അഡ്മിറ്റ് സി അഡ്മിറ്റ് ചെയ്യുന്നു ഇൻറ്റു പാർട്ട്ണർഷിപ്പ്. അപ്പോൾ സി ആണ് ഇവിടെ പുതിയ പാർട്ട്ണർ. ഹീ പെയ്ഡ് ₹50,000 ആസ് ഹിസ് ക്യാപിറ്റൽ. പുതിയ ക്യാപിറ്റലായിട്ട് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് 50,000 ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഗുഡ് വിൽ വാസ് വാല്യൂഡ് അറ്റ് ₹40,000 ഫോർ ദി ടൈം. അതായത് അയാൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ ടോട്ടൽ ഗുഡ് വില്ല് 40,000 ആണ്. ആൻഡ് ബ്രിങ്സ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. ഈ സി ബ്രിങ്സ് ഇൻ ഇവിടെ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് മാത്രം കൊണ്ടുവന്നാൽ മതി. അതായത് 40,000 അയാളുടെ ഷെയർ എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. ഹി അക്വയർഡ് 5th ഷെയർ. ഇവിടെ സിക്ക് കൊടുക്കുന്ന 5th ഷെയർ ആണ്, 1/5 ആണ് ഓഫ് ഗുഡ് വിൽ ഈക്വലി ഫ്രം ബോത്ത് പാർട്ട്നേഴ്സ്. രണ്ട് പാർട്ട്ണർമാരുടെ കൂടി 5th ഷെയർ ആണ് കൊടുക്കുന്നത്. അതായത് 40,000 സിയുടെ മാത്രം ഷെയർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. 40,000 ഞാൻ താഴെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1/5 കാൽക്കുലേറ്റ് ചെയ്യണം. 1/5 എന്ന് പറയുന്നത് 8,000 ആണ്. ഈ 8,000 രണ്ട് പാർട്ട്ണർമാരും കൂടെ 1:1 എന്നുള്ളതാണ് ഗെയിനിങ് റേഷ്യോ. അതിൻ്റെ കാൽക്കുലേഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പം 8,000 1/2 ഇവർക്ക് വീതിക്കണം എന്ന് പറഞ്ഞാൽ 4,000 വെച്ച്. ഇനി ഇറ്റ് ഓൾസോ ഡിസൈഡഡ് ദാറ്റ്. ഈ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി റിട്ടേൺ ഓഫ് 18,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 18,000 എഴുതി കുറച്ചു. ഇനി സ്റ്റോക്ക് വിഡ്രോൾ, സ്റ്റോക്ക് റിട്ടേൺ ഡൗൺ. സ്റ്റോക്ക് 3,500 കുറഞ്ഞു. പ്രൊവിഷൻ 1,400 ക്രിയേറ്റ് ചെയ്യണം. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ് ചെയ്തു 1,200. എൻ്റെ ബാലൻസ് ഷീറ്റ് ലാസ്റ്റാണ് തന്നിരിക്കുന്നത്. ഇതാ എ ബി രണ്ടുപേരാണ് പാർട്ട്നേഴ്സ്. അവരുടെ 75,000 40,000 ആണ് അവരുടെ ക്യാപിറ്റൽ. റിസർവ് ഉണ്ട്. ഈ റിസർവ് ഉള്ള കണക്ക് ചെയ്തിട്ടില്ല. റിസർവ് ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്ണർമാർക്ക് ഓൾഡ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കണം. അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 ആണ് റിസർവ്. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. പ്രിപ്പയർ ഇമ്പോർട്ടൻ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇമ്പോർട്ടൻ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കിയിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ടിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ അപ്രീസിയേഷനാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്രീസിയേഷനാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 18,000 കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 18,000, സ്റ്റോക്ക് 3,400 കുറഞ്ഞു. അപ്പോൾ അസറ്റ് കുറയുന്നല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യുക റിവാലുവേഷൻ അക്കൗണ്ടിൽ. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെറ്റ്സ് 1,400 അത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അപ്രീസിയേഷനാണ് 1,200. ഇവിടെ ഈ റിവാലുവേഷൻ അക്കൗണ്ടിൽ ലോസാണ്. റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ടോട്ടൽ എടുക്കുക, ഈ സൈഡ് ടോട്ടൽ എടുക്കുക. 22,000. ഈ സൈഡ് കൂടുതലാകുമ്പം ലോസാണ്. ആ ലോസ് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ ടോട്ടൽ എമൗണ്ട് അതിൽ നിന്ന് 1,200 പോയ ബാക്കി 21,600. ഇത് രണ്ട് പാർട്ട്ണർമാർക്കും കൂടി, ഇത് 21,600 രണ്ട് പാർട്ട്ണർമാർക്ക് കൂടി ഈ 3:2 അതായത് ഓൾഡ് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കുക. ഓൾഡ് റേഷ്യോയിൽ വീതിച്ച് കൊടുക്കുമ്പം 12,960 എയ്ക്കും 8,640 ബിക്കും വരും. ഇത് നോക്കി മനസ്സിലാക്കുക. ഇനി പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആദ്യം ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ഓൾഡ് ബാലൻസ് ഷീറ്റ് ബാലൻസ് കിടപ്പുണ്ട്. ആ ബാലൻസ് വേണം നമ്മളിങ്ങോട്ട് എടുത്തെഴുതാൻ. 75,000 40,000. ഇനി പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു സീസ് ക്യാപിറ്റൽ എന്ന് വരെ, അതായത് 50,000 ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി ഇവരുടെ പ്രീമിയം, അതായത് ഗുഡ് വില്ല് 8,000 നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പേ പറഞ്ഞായിരുന്നു, അത് താഴെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 4,000 വെച്ച് എയ്ക്കും അതുപോലെ തന്നെ ബിക്കും 4,000 വെച്ച് എയ്ക്കും ബിക്കും കൊടുക്കുക. ഇനി ക്യാപിറ്റൽ റിവാലുവേഷൻ അക്കൗണ്ടിൽ 12,960 8,640 വരും. റിവാലുവേഷൻ്റെ ബാലൻസ് ഇങ്ങോട്ട് പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പിന്നെ ഈ പാർട്ട്ണർമാർക്ക് റിസർവ് ഉണ്ട്, അതായത് ഓൾഡ് ബാലൻസ് ഷീറ്റ് റിസർവ് ഉണ്ട്. ആ റിസർവ് പാർട്ട്ണർമാർക്ക് 3:2 എന്നുള്ള പ്രൊപ്പോർഷനില്ല, അതായത് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. 30,000 ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. 18,000 എയ്ക്കും ബിക്ക് 12,000 വരും. ഇനി ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഇത് 97,000 വരും. എയ്ക്ക് 97,000 ടോട്ടൽ വരും. ബിക്ക് 56,000
സി പുതിയ ആളായതുകൊണ്ട് സിക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ അവിടെ കിടക്കും 50,000. ഇത് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ടോട്ടൽ ഇവിടെ എഴുതുക. ടോട്ടൽ 97,000, 56,000. ദെൻ സിയുടെ ബാലൻസ് 50,000 വരും. ഈ 50,000 മുഴുവൻ ബാലൻസാണ്. ഇനി ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് 84,040 വരും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 84,040, 47,360. ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. 47,360, 47,360. ഇനി ഈ ബാലൻസ് ചെയ്യുക. അതിനുശേഷം പിന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യുക. ഈ ബാലൻസ് ഷീറ്റിൽ പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ആ കിട്ടിയ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടേക്ക് കൊണ്ടുവരിക. 84,040, ദെൻ 47,360, ദെൻ സീസ് ക്യാപിറ്റൽ 50,000. സിക്ക് അത്രേ ഉള്ളൂ. സൺട്രി ക്രെഡിറ്റേഴ്സിന് മാറ്റമൊന്നുമില്ല. ക്യാഷ് ഇൻ ഹാൻഡ് 2,200 ആണ് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ. അത് തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതുക. ഇനി ക്യാഷ് അറ്റ് ബാങ്കിന് ഇവിടെ വർധനവുണ്ട്. 8,000 ഇവിടെ ഓൾറെഡി കിടക്കുന്നു. 8,000. പിന്നെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 50,000 ഉണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ട്ണറിൻ്റെ ഗുഡ് വില്ല് 8,000. ഇതെല്ലാം കൂടെ കൂട്ടി 66,000 വരും. 66,000 വരും. ഇത് ഏതാ ക്യാഷ് അറ്റ് ബാങ്ക്. ഇനി സ്റ്റോക്ക് 35,000 ആണ്. അതിൻ്റെ അകത്തുനിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ കുറയ്ക്കണം. 3,400 കുറച്ച് കഴിയുമ്പോഴത്തേക്കും 31,600 വരും സ്റ്റോക്ക്. ഇനി സൺട്രി ഡെപ്റ്റേഴ്സ് 24,000 ആണ്. 24,000 പ്രൊവിഷനുണ്ട് 1,400. 1,400 പ്രൊവിഷൻ മൈനസ് ചെയ്യുമ്പോൾ 22,600 വരും. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000. 50,000 1,200 പോയാൽ 51,200. ബാക്കി 60,000 18,000 ലാൻഡ് ആൻഡ് ബിൽഡിങ് അത് കൂട്ടണം. 19 ലെസ് ഡിപ്രീസിയേഷനാണ്. അത് കുറച്ച് കഴിയുമ്പോൾ 42,000. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും തുല്യമായിട്ട് വരും. 2,15,600 വരും. 2,15,600. 2,15,600. ഇനി എൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.